Hello. Hi, good morning, dear students. In the last class, we are discussed about the derivative instruments. Okay, today we are going to discuss about the working of stock exchanges in India. Working of stock exchanges in India. You know, stock exchange is a place where buyers and sellers meet together to buy or sell their securities. It's a platform. Stock exchange is a platform where buyers and sellers meet together to buy or sell their securities. Okay. In addition to buyers and sellers, there is an one person is there who is known as broker, stock broker, who arranges, who is acting as a link between a buyer and seller for a transaction. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ് എന്നുള്ളൊരു ബ്രീഫായിട്ടൊരു ഐഡിയ ആണ് തരുന്നത്. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഇനി എന്താണ് BSE, ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് BSE NSE, അതിനെക്കുറിച്ച് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നിരുന്നാലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പുസ്തകങ്ങൾ വായിക്കുക. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഇസ് എൻ അവന്യൂ, ഇസ് എ പ്ലേസ് വെയർ ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ഇൻ ഷെയർസ്, ബോണ്ട് ആൻഡ് ഡെറിവേറ്റീവ്സ്, എനി ഇൻസ്ട്രുമെൻറ്റ് വെയർ buying and selling happens in the stock market. This trading is facilitated by stock exchange. Before going to public issue, the companies list their shares in a recognized stock. It's a must. ഓക്കെ, ലിസ്റ്റ് ചെയ്താൽ മാത്രമേ വാങ്ങുന്ന ആൾക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിൽക്കാൻ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാങ്ങാൻ കഴിയാത്ത ആൾക്ക് വാങ്ങാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബിഫോർ ഗോയിങ് ടു എ പബ്ലിക് ഓഫറിങ്, അല്ലേ, കമ്പനികൾ പബ്ലിക് ഓഫറിന് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഷെയർ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് സെഡ് ടു ബി ലിസ്റ്റിംഗ്. ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് മാത്രമേ പബ്ലിക് ഓഫറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പബ്ലിക് ഓഫറിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഈ ലിസ്റ്റ് ചെയ്ത ഷെയർ ഈ വാങ്ങിയ ആൾക്കാർ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വാങ്ങിയ ആൾക്കാർക്ക് ആ ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കുവാനും ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനും കഴിയും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ദിസ് ട്രേഡിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ്. ഈ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ബയ്യറും സെല്ലറും തമ്മിൽ നടത്തുന്ന പ്ലേസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് അങ്ങനെ ഒരു മാർക്കറ്റ്, സാധാരണ ഒരു മാർക്കറ്റാണ്, അല്ലേ. സാധാരണ നമ്മൾ അറിയുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കുന്നത് പോലെ ഉള്ളൊരു മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സാധനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെയറുകൾ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ ബോണ്ടുകൾ, ഡിബഞ്ചർ, വാട്ടെവർ മേ ബി. ഓക്കെ, വിച്ച് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് മാർക്കറ്റ്സ് ദാറ്റ് കണക്ട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നമ്മൾ വിചാരിക്കുന്നത് ഒരു മാർക്കറ്റാണ്, അവിടെ വിച്ച് കണക്ട്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദർ ആർ 4 പാർട്ടിസിപ്പൻസ് ആർ ഇൻവോൾവ് ഇൻ ട്രേഡിംഗ് ഓഫ് ഷെയർസ് ഇൻ ദ ഇന്ത്യൻ സ്റ്റോക്ക്. ബ്രീഫ്ലി നമുക്ക് 4 പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയപ്പെടുന്നത്. ഒന്ന് സെബി. ഓക്കെ, ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, പാർട്ടിസിപ്പൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഒന്ന് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് വൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. തേർഡ് വൺ ബ്രോക്കേഴ്സ്. ലാസ്റ്റ് വൺ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതാണ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇൻവെസ്റ്റർ ആകാം, വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുന്നത്, അതുകൊണ്ടാണ് അവരെ ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ 4 പാർട്ടിസിപ്പൻസ് ഇൻ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ആരാണ് സെബി. സെബിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെബി ഈസ് ദ റെഗുലേറ്റർ ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ അധികാരിയാണ് സെബി. ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ വർക്ക് ഇൻ ഓർഡർ, അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ് സെബി. സെബി ലേസ് ഡൗൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വെയർ എക്സ്ചേഞ്ചസ്, കമ്പനീസ്, ബ്രോക്കറേജ് ഫേംസ്, പാർട്ടിസിപ്പൻസ്, ഇൻവെസ്റ്റേഴ്സ് ടു എബൈഡ് ബൈ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്, അല്ലേ. ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനികൾ എങ്ങനെ പ്രവർത്തിക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെ പ്രവർത്തിക്കണം, ബ്രോക്കറിങ് ഏജൻസിയുടെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റു പാർട്ടിസിപ്പൻസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി നിയന്ത്രിക്കുന്നു. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റേഴ്സ് കൃത്യമായി കടന്നു വരണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എറർ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രോഡ് വിമുക്തമായിരിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫ്രോഡാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എക്കോണമി ഡെവലപ്മെൻറ്റ് സാധ്യമല്ല. കാരണം കമ്പനികളുണ്ടെങ്കിൽ
എക്കോണമിക് ഡെവലപ്മെൻറ്റ് പൂർണ്ണമായി സാധ്യമാകത്തുള്ളൂ. നമുക്കറിയാമല്ലേ, എക്കോണമിക് ഡെവലപ്മെൻറ്റ് ഒരു ബേസിക് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഒരു ബേസിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ റൺ ചെയ്യണമെങ്കിൽ അവർക്ക് ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ആ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങുന്ന ആൾക്കാർക്ക് വിൽക്കുന്ന ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അതൊരു വലിയൊരു നമുക്കറിയാം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് കൃത്യമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സെബിയുടെ റെഗുലേഷൻസ് നിർബന്ധമാണ്, അല്ലേ? അതിനകത്ത് ബ്രോക്കറിംഗ് ഫീസ് വാങ്ങുന്നത് ഉൾപ്പെടെ, സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റു പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെ, അതായത് ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്യാൻ പാടില്ല. ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമൊക്കെ നിങ്ങൾ പ്രീവിയസ് വായിച്ച് നോക്കിയാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റ് വിപണിയിൽ ഹർഷത് മേത്ത എന്നുള്ള ആൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്തതും അതുവഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് പോകുന്നതും, ആ കോൺഫിഡൻസ് പോയത് വഴി സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും കാരണമായതും, അതിനൊക്കെ ശേഷമാണ് ഈ സെബി എന്നുള്ള ഏജൻസിയുടെ റോള് വർദ്ധിച്ചത്. അപ്പോൾ സെബി ഈസ് ആക്ടിങ് ആസ് എ വാച്ച് ഡോഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സെബി ഒരു വാച്ച് ഡോഗായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെബിയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഇസ് ആൻ ആക്ടിങ് ആസ് എ regulator in the stock market. Okay, second participant is said to be stock exchanges. ആരാണ് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? The stock market is an avenue where investors trade in shares and bonds and derivatives. അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് ഷെയറുകളും ബോണ്ടുകളും മറ്റ് ഡെറിവേറ്റീവുകളും വാങ്ങുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദിസ് ട്രേഡിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അല്ലേ? ഈ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് ആരാ സഹായിക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. ഇൻ ഇന്ത്യ ദർ ആർ 2 പ്രൈമറി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ വിച്ച് കമ്പനീസ് ആർ ലിസ്റ്റഡ്, അല്ലേ? ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നത്. 2 അല്ല, ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. പ്രധാനമായിട്ടുള്ള 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് NSE, 2 BSE. BSE ആണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടുന്നതും BSE ആണ്. പിന്നെ ഒരെണ്ണമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ ട്രേഡിംഗ് വോളിയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത് 1992-ലാണ്. എന്നാൽ BSE വന്നത് 1875-ലാണ്, 1875-ലാണ്. അപ്പോൾ ഇറ്റ്സ് എൻ ഓൾഡസ്റ്റ് വൺ. ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ BSE ആണ് കൂടുതൽ. നിങ്ങൾ ട്രേഡിംഗ് വോളിയത്തിലെത്തി ഇപ്പം NSE ആണ് ടോപ്പിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഓർ ബ്രോക്കറേജസ്. ആരാണ് ബ്രോക്കർ? ബ്രോക്കർ ഈസ് ആൻ ഇൻ്റർമീഡിയറി, പേഴ്സൺ ആകാം, ഫേം ആകാം, ദാറ്റ് എക്സിക്യൂട്ട്സ് ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ റിട്ടേൺ ഓഫ് എ ഫീ ഓർ എ കമ്മീഷൻ, അല്ലേ? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും ചെയ്യുന്ന ഏജൻസിയാണ്, ഇൻ്റർമീഡിയറിയാണ് സ്റ്റോക്ക് ബ്രോക്കർ എന്നറിയപ്പെടുന്നത്, അല്ലേ? ബ്രോക്കർ ഏജൻസി. നമുക്കറിയാം, ഒരു ഇൻവെസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു സെല്ലറിനോ ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ വന്ന് മാർക്കറ്റിൽ വന്ന് സെക്യൂരിറ്റീസ് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയില്ല. പകരം എന്ത് ചെയ്യണം? ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാണ്. ഹീ സെഡ് ടു ബി ബ്രോക്കർ. ഓക്കെ, ഇന്ത്യ ബുൾസ്, ഷെയർ എന്നൊക്കെ നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കർ അടുത്ത് ചെന്നിട്ട് പേരുവിനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. സ്റ്റോക്സ് ആർ യൂണിറ്റ്സ് ഓഫ് എ കമ്പനീസ് മാർക്കറ്റ്, അല്ലേ? സ്റ്റോക്ക് നമുക്കറിയാം, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന യൂണിറ്റുകളാണ് ഷെയറുകൾ, അല്ലേ? ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹു പർച്ചേസ് സ്റ്റോക്സ് ടു ബിക്കം പാർട്ട് ഓഫ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ്. വിൽക്കാൻ വരുന്നവർ സെല്ലേഴ്സ്. ട്രേഡിംഗ് ഫേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭത്തിന് വേണ്ടി ട്രേഡിംഗ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി. ട്രേഡേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് സം ones who are entering the market for not making investment but just purchasing shares and selling them at a high price. അതിനുവേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആർ there. There are 4 participants. എന്തൊക്കെയാണ്? സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബ്രോക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബ്രോക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, how the trading happens in the stock market. Once listed on the stock exchange, the stocks issued by companies can be traded in the secondary market to make profits or cut losses, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഫസ്റ്റിലെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം, അല്ലേ? അവിടെയാണ് ആ ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ ലാഭം എന്താണ്, കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഉയരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭത്തിൽ വിൽക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നഷ്ടത്തിലാണോ ഓഹരി പോകുന്നത് എന്ന് അറിയാൻ പറ്റുന്നത്, അല്ലേ? ലിസ്റ്റ് ചെയ്തതിന് ശേഷം ദ സ്റ്റോക്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ക്യാൻ ബി ട്രേഡഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ് ടു മേക്ക് പ്രോഫിറ്റ് ഓർ കട്ട് ലോസസ്. ഓക്കെ, ദിസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ് ലിസ്റ്റഡ് ഓൺ ദ exchanges are done by stock brokers or brokerage firms.
അല്ലേ? ഈ ഷെയറുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും മാർക്കറ്റിൽ ആരാണ്? സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കറിംഗ് ഫേമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, അല്ലേ? നമുക്ക് ദാറ്റ് ആക്ട് ആസ് ആൻ മിഡിൽ മാൻ ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാങ്ങുവാനും വിൽക്കുവാനുള്ളവരുടെ മിഡിൽ മാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എനിക്ക് നേരിട്ടൊന്നും വിൽക്കാൻ പറ്റില്ല, അവിടെ ബ്രോക്കറെ ഏൽപ്പിക്കണം. ബ്രോക്കർ ഇത് വിൽക്കാനായിട്ട് എനിക്ക് വേണ്ടി വിൽക്കാൻ ശ്രമിക്കുകയും ഇതേപോലെ വാങ്ങാൻ വരുന്ന ആളും ഒരു ബ്രോക്കർ വഴി വാങ്ങാൻ വരികയും ആ ബ്രോക്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ആ ഓഹരി വാങ്ങി അയാൾ കൊടുക്കുകയും പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് തരികയും ചെയ്യും. യുവർ സ്റ്റോക്ക് ബ്രോക്കർ പാസസ് ഓൺ യുവർ ബൈ ഓർഡർ ഫോർ ഷെയർസ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റോക്ക് ബ്രോക്കർ നമ്മുടെ ബൈ ഓർഡർ ആർക്ക് കൊടുക്കുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊടുക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെർച്ചസ് ഫോർ എ സെൽ ഓർഡർ ഫോർ ദ സെയിം ഷെയർ, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? ഇതേപോലെയുള്ള ഇപ്പോൾ 1000 ഷെയർ എനിക്ക് ഇന്ന റിലയൻസിൻ്റെ 1000 ഷെയർ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരെങ്കിലും റിലയൻസിൻ്റെ 1000 ഷെയർ വിൽക്കാനുണ്ടോ എന്നുള്ള സെൽ ഓർഡർ പരിശോധിക്കുന്നു. എന്നിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് സെൽ ഓർഡറെ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലേ, സെല്ലർ ആൻഡ് ബയ്യർ ആർ ഫൗണ്ട് ആൻഡ് ഫിക്സഡ്, കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പിക്കുന്നു. എന്താണ്? എ പ്രൈസ് ഈസ് എഗ്രീഡ്, വില നിശ്ചയിക്കുന്നു. വില ചിലപ്പോൾ വീണ്ടും പറയുന്ന വില ചിലപ്പം ബയ്യർ ഉദ്ദേശിക്കുന്ന വില സെല്ലർ കൊടുക്കണമെന്നില്ല. അപ്പോൾ അവിടെ പറഞ്ഞു ഒരു എഗ്രീഡ് പ്രൈസിലെത്തുന്നു ടു ഫൈനലൈസ് ദ ട്രാൻസാക്ഷൻ. ആ എഗ്രീഡ് പ്രൈസിലാണ് ട്രാൻസാക്ഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റഡ് ടു യുവർ ബ്രോക്കർ, ബ്രോക്കറെ അറിയിക്കുന്നു നിങ്ങളുടെ ഓർഡർ കൺഫേം ആയി, പേയ്മെൻറ്റ് നടത്തിക്കോളൂ, ഷെയർ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. ദിസ് മെസ്സേജ് ദെൻ പാസ്ഡ് ബൈ ദ ബ്രോക്കർ ടു യു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രോക്കർ എന്ത് ചെയ്യുന്നു? ഈ വിവരം നമ്മളെ അറിയിക്കുന്നു, അല്ലേ? ബയ്യർക്ക് ബയ്യറുടെ ബ്രോക്കർ അറിയിക്കുന്നു, സെല്ലർക്ക് സെല്ലറുടെ ബ്രോക്കർ അറിയിക്കുന്നു. സെല്ലർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബയ്യർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. നൗ ദ പ്രോസസ് ഈസ് ഡൺ ത്രൂ ഇലക്ട്രോണിക് മോഡ്. The investors and buyers never goes to the stock market, but they are just visit the ബ്രോക്കർ ഏജൻസീസ് ഓഫീസ്, അല്ലേ? സ്റ്റോക്ക് ബ്രോക്കിംഗ് ഏജൻസിയുടെ ബ്രോക്കറുടെ ഓഫീസ്. ബ്രോക്കർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നടത്തണമെങ്കിൽ നല്ലൊരു പേയ്മെൻറ്റ് നടത്തുക, അവർ നല്ല ബ്രോക്കിംഗ് ഫീസ് അടയ്ക്കണം, എന്നാലേ അവർക്ക് അവിടെ കച്ചവടം നടത്താൻ അനുവദിക്കണം. അതാ ഒരു കമ്മീഷൻ അവർ നമ്മളിൽ നിന്ന് വാങ്ങും. അപ്പോൾ നമ്മൾ ബ്രോക്കർ ഏജൻസിയുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. ദിസ് ഈസ് ഹൗ ദ ട്രേഡിംഗ് ഹാപ്പൻസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ? ഓക്കെ, ഇത്രയുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇനി ഇതാ ട്രേഡിംഗ് മെക്കാനിസത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ബയ്യർ ബ്രോക്കറെ സമീപിക്കുന്നു, ബ്രോക്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്നു, അതുപോലെ സെല്ലറും ബ്രോക്കറെ സമീപിക്കുന്നു, ഇവർ തമ്മിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഫ്ലോ ഓഫ് ഷെയർ ഉണ്ടാകുന്നു, ഫ്ലോ ഓഫ് ഫണ്ടും ഫ്ലോ ഓഫ് ഷെയറും ഉണ്ടാകുന്നു. ക്ലിയർ? ബയ്യർക്കൊരു ബ്രോക്കർ ഉണ്ടാവും, സെല്ലർക്കൊരു ബ്രോക്കർ ഉണ്ടാവും. ദേ ആർ എൻ്ററിങ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. എങ്ങനെയാണ്? ഓൺലൈനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവർ ഓൺലൈൻ എത്തിച്ചേരും. അവിടെ വെച്ചാണ് അവരെ എഗ്രീഡ് ഷെയറും എഗ്രീഡ് പ്രൈസും ഡിറ്റർമൈൻ ചെയ്തിട്ട് ട്രേഡിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് mechanism of trading in the stock market. Clear? The next class we are going to discuss about BSE and NSE, SEBI, etc. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. താങ്ക് യു ഓൾ. താങ്ക് യു.